പ്രിയമുള്ള വിദ്യാർത്ഥികളെ, നമ്മൾ കോർഡിനേറ്റ് ജോമെട്രി എന്നുള്ള ചാപ്റ്ററാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാൻ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിരുന്നു. നിങ്ങൾ ആ വീഡിയോ കണ്ട് കാര്യങ്ങൾ മനസ്സിലാക്കി വീഡിയോ പോസ് ചെയ്ത് നോട്ട്സ് എല്ലാം എഴുതി അത് പഠിച്ച് കാണുമെന്ന് കരുതട്ടെ. അത് പഠിച്ചിട്ട് വേണം നിങ്ങൾ രണ്ടാമത്തെ വീഡിയോയിലേക്ക് വരാൻ. നമുക്കിനി രണ്ടാമത്തെ വീഡിയോയിലേക്ക് പോകാം. അവിടെ ആദ്യം ഒരു ചോദ്യ പ്രോബ്ലമാണ്. നമ്മൾ കഴിഞ്ഞ സെക്ഷനിനകത്ത് 4 പ്രോബ്ലംസ് ഡിസ്കസ് ചെയ്തിരുന്നു. നമുക്കിനി 5ാമത്തെ പ്രോബ്ലത്തിലേക്ക് പോകാം. ചോദ്യം ഇതാണ്: ഫൈൻഡ് എ റിലേഷൻ ബിറ്റ്വീൻ x and y such that the point xy is equidistant from the points 5, 1 and 3, 5. Find a relation between x and y such that the point xy is equidistant from the points 5, 1 and 3, 5. ഇവിടെ 3 പോയിന്റ്സ് തന്നിട്ടുണ്ട്. പോയിന്റ്സിന് പേരൊന്നുമില്ല. നമുക്ക് ആദ്യം ഒരു പേര് കൊടുക്കാം. ആദ്യത്തെ പോയിന്റ് പി എന്ന് കൊടുക്കാം. ലെറ്റ് പി എക്സ് വൈ ക്യാപിറ്റൽ എ 5, 1 ആൻഡ് ക്യാപിറ്റൽ ബി 3, 5 ബി ദ ഗിവൺ പോയിന്റ്സ്. നമ്മുടെ പോയിന്റ്സിന് പേരൊന്നുമില്ലായിരുന്നു. നമ്മൾ പോയിന്റ്സിന് ഓരോ പേര് കൊടുത്തു. പി എന്നും എ എന്നും ബി എന്നും പേര് കൊടുത്തു. നമുക്ക് എക്സും വൈയും തമ്മിലുള്ള ബന്ധമാണ് കണ്ടുപിടിക്കേണ്ടത്. അവർ പറയുന്നു എ പിയും പി ബിയും തുല്യമാണെന്ന് പറയുന്നു. എ തൊട്ട് പി വരെയുള്ള ഡിസ്റ്റൻസും ബി തൊട്ട് പി വരെയുള്ള ഡിസ്റ്റൻസ് തുല്യമാണെങ്കിൽ എക്സും വൈയും തമ്മിലുള്ള ബന്ധം കാണുക. ഇതാണ് ചോദ്യം. അപ്പോൾ ലെറ്റ് എ പി സമം പി ബി ആണ് ബി പി ആണെന്നിരിക്കട്ടെ. എ പി എന്ന ഡിസ്റ്റൻസും ബി പി എന്ന ഡിസ്റ്റൻസും തുല്യമാണെന്നിരിക്കട്ടെ. അപ്പോൾ ദാറ്റ് ഇംപ്ലൈസ് എ പി എന്ന് പറയുമ്പോൾ റൂട്ട് ഓഫ് x2 മൈനസ് x1 ദ ഹോൾ സ്ക്വയർ പ്ലസ് y2 മൈനസ് y1 ദ ഹോൾ സ്ക്വയർ, ദാറ്റ് ഈസ് റൂട്ട് ഓഫ് x minus 5 the whole square plus y minus 1 the whole square equals root of bp എന്ന് പറയുന്നത് root of x minus 3 the whole square plus y minus 5 the whole square ആണ്. രണ്ട് വശം റൂട്ട് കളയാൻ വേണ്ടി സ്ക്വയർ ചെയ്യുക. സ്ക്വയറിങ് ബോത്ത് സൈഡ്സ്. രണ്ട് വശം നമ്മൾ സ്ക്വയർ ചെയ്യുന്നു. സ്ക്വയർ ചെയ്യുമ്പോൾ ആ റൂട്ട് അങ്ങ് മാറി കിട്ടും. അപ്പോൾ x minus 5 the whole square plus y minus 1 the whole square is equal to x minus 3 the whole square plus y minus 5 the whole square. ഇവിടെ നമ്മൾ എക്സ്പാൻഡ് ചെയ്യുന്നു. എക്സ്പാൻഡ് ചെയ്യുമ്പോൾ x square, that implies x square minus 10x plus 25 plus y square minus 2y plus 1 is equal to, ഇവിടെ എക്സ്പാൻഡ് ചെയ്യുമ്പോൾ x minus 3 the whole square ആകുമ്പോൾ x square minus 6x plus 9 ആണ്, പ്ലസ് y square minus 10y plus 25 ആണ്. x സ്ക്വയറും ക്യാൻസൽ ചെയ്ത് പോവും, y സ്ക്വയറും ക്യാൻസൽ ചെയ്ത് പോവും. ദാറ്റ് ഇംപ്ലൈസ് minus 10x minus 2y plus 26, 25 plus 1 26 is equal to minus 6x minus 10y plus 34 ആണ്. 34 ആണ്. ഇവിടെ 9 plus 25 34 വരും. അപ്പുറമുള്ള ടേം കൂടി ഇപ്പുറത്തേക്ക് ഷിഫ്റ്റ് ചെയ്യുക. അപ്പോൾ മൈനസ് 10x പ്ലസ് 6y മൈനസ് 2y പ്ലസ് 10y പ്ലസ് 26 മൈനസ് 34 ഈസ് ഈക്വൽ ടു 0. അപ്പോൾ ദാറ്റ് ഇംപ്ലൈസ് മൈനസ് 4x പ്ലസ് 8y മൈനസ് 8 ഈക്വൽ ടു 0. ത്രൂ ഓർഡർ മൈനസ് ഒന്നുകൊണ്ട് ഗുണിക്കുകയാണെങ്കിൽ 4x മൈനസ് 8y പ്ലസ് 8 ഈക്വൽ ടു 0. ത്രൂ ഓർഡർ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുകയാണെങ്കിൽ x മൈനസ് 2y പ്ലസ് 2 ഈക്വൽ ടു 0. ഇതാണ് എക്സും വൈയും തമ്മിലുള്ള റിലേഷൻ എന്ന് പറയുന്നത്. പി തൊട്ട് എ വരെയുള്ള ദൂരവും പി തൊട്ട് ബി വരെയുള്ള ദൂരവും തുല്യമാണെങ്കിൽ എക്സും വൈയും തമ്മിലുള്ള റിലേഷൻഷിപ്പ് ഇതാണ്. എക്സ് റിലേഷൻ ഇതാണ്. എക്സ് മൈനസ് 2y പ്ലസ് 2 ഈക്വൽ ടു 0. നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. ഫൈൻഡ് ദ പോയിന്റ് ഓൺ വൈ ആക്സിസ് വിച്ച് ഈസ് equidistant from the points capital A 6, 5 and capital B minus 4, 3. Okay. Find the point on y axis which is equidistant from ക്യാപിറ്റൽ എ ആൻഡ് ക്യാപിറ്റൽ ബി. 2 പോയിന്റ്സ് തന്നിട്ടുണ്ട്. ക്യാപിറ്റൽ എ 6, 5 എന്ന പോയിന്റ്, ക്യാപിറ്റൽ ബി മൈനസ് 4, 3 എന്ന പോയിന്റ്. 2 പോയിന്റ്സ് തന്നിട്ടുണ്ട്. നമുക്ക് ചോദ്യം ഇതാണ്: വൈ ആക്സിസിലെ പോയിന്റ് കണ്ടുപിടിക്കണം. എങ്ങനെയെന്ന് വെച്ചാൽ വിച്ച് ഈസ് ഈക്വിഡിസ്റ്റന്റ് ഫ്രം എ ആൻഡ് ബി. എയിലേക്കുള്ള ഡിസ്റ്റൻസും ബിയിലേക്കുള്ള ഡിസ്റ്റൻസും തുല്യമായിട്ട് വരുന്ന വൈ ആക്സിസിലെ ഏത് പോയിന്റ് ആണോ ആ പോയിന്റ് ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. നമുക്കിങ്ങനെ തുടങ്ങാം. ലെറ്റ് ക്യാപിറ്റൽ പി 0y ബി ദ പോയിന്റ് ഓൺ വൈ ആക്സിസ് വിച്ച് ഈസ് ഈക്വിഡിസ്റ്റന്റ് ഫ്രം എ ആൻഡ് ബി. ക്യാപിറ്റൽ എ വൈ ആക്സിസിലെ ക്യാപിറ്റൽ പി എന്ന് പറഞ്ഞ പോയിന്റ് ആണെന്നിരിക്കട്ടെ, വിച്ച് ഈസ് ഈക്വിഡിസ്റ്റന്റ് ഫ്രം എ ആൻഡ് ബി. അപ്പോൾ നമുക്കിങ്ങനെ തുടങ്ങാം. ക്യാപിറ്റൽ പി 0y ബി ദ പോയിന്റ് ഓൺ വൈ ആക്സിസ് വിച്ച് ഈസ് ഈക്വിഡിസ്റ്റന്റ് ഫ്രം ക്യാപിറ്റൽ എ ആൻഡ് ക്യാപിറ്റൽ ബി. വൈ ആക്സിസിലെ പോയിന്റ് ആയതുകൊണ്ട് നമുക്ക് എക്സ് കോർഡിനേറ്റ് 0 എന്നറിയാം. അതുകൊണ്ടാണ് നമ്മൾ എക്സ് കോർഡിനേറ്റ് 0 ആയിട്ട് എടുത്തത്. അപ്പോൾ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ക്യാപിറ്റൽ വൈ ആക്സിസിലെ ഏതോ ഒരു പോയിന്റ് ക്യാപിറ്റൽ എയിൽ നിന്നും ക്യാപിറ്റൽ ബിയിൽ നിന്നും ഈക്വൽ ഡിസ്റ്റൻസിൽ വരുന്നുണ്ട്. ആ പോയിന്റ് ആണ് കണ്ടുപിടിക്കേണ്ടത്. ആ പോയിന്റ് നമ്മൾ P0y എന്നെടുത്തു. അങ്ങനെയാണെങ്കിൽ എ പി സമം ബി പി ആയിരിക്കും. എ പി സമം ബി പി ആയിരിക്കും. എ പി എന്ന് പറയുമ്പോൾ റൂട്ട് ഓഫ്
0 minus 6 the whole square plus y minus 5 the whole square is equal to ബി പി എന്ന് പറയുമ്പോൾ റൂട്ട് ഓഫ് 0 plus 4 the whole square plus y minus 3 the whole square ആയിരിക്കും. രണ്ട് വശം സ്ക്വയർ ചെയ്യുക. അപ്പോൾ 0 minus 5 the whole square plus y minus 5 the whole square is equal to 4 square plus y minus 3 the whole square എന്ന് വരും. എക്സ്പാൻഡ് ചെയ്യുമ്പോൾ എക്സ്പാൻഷൻ നടത്തുമ്പോൾ 36 plus y square minus 10y plus 25 is equal to 16 plus y square minus 6y plus 9 എന്ന് വരും. ഇവിടെ y square ക്യാൻസൽ ചെയ്തു. അപ്പോൾ മൈനസ് 10y plus 61 ഈസ് ഈക്വൽ ടു മൈനസ് 6y plus 25 എന്ന് വരും. ദാറ്റ് ഈസ് മൈനസ് 10y ഈ മൈനസ് 6y ഇപ്പുറത്ത് വരുമ്പോൾ പ്ലസ് 6y ആവും. ഈസ് ഈക്വൽ ടു 25 61 അപ്പുറത്ത് പോകുമ്പോൾ മൈനസ് 61 ആവും. അപ്പോൾ മൈനസ് 4y ഈസ് ഈക്വൽ ടു മൈനസ് 36 എന്ന് വരും. ദാറ്റ് ഈസ് y ഈസ് ഈക്വൽ ടു മൈനസ് 36 ബൈ മൈനസ് 4 എന്ന് വരും. ദാറ്റ് ഈസ് ഈക്വൽ ടു 9. അപ്പോൾ y നമുക്ക് കിട്ടി. അപ്പോൾ റിക്വയർഡ് പോയിന്റ് എന്ന് പറയുന്നത് 0,9 ആണ്. ക്യാപിറ്റൽ P 0,9 ആണ്. അടുത്ത ചോദ്യം, ഫൈൻഡ് ദ പോയിന്റ് ഓൺ എക്സ് ആക്സിസ് വിച്ച് ഈസ് ഇക്യു ഡിസ്റ്റൻറ്റ് ഫ്രം 2 -5 ആൻഡ് -2 9. ഇത് നിങ്ങൾ ഹോംവർക്ക് ആയിട്ട് ചെയ്യണം. അത് ഹോംവർക്ക് ആയിട്ട് മാർക്ക് ചെയ്യാം. അടുത്ത ചോദ്യം, ഫൈൻഡ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ പോയിന്റ്സ് -5 7 ആൻഡ് -1 3 -5 7 ആൻഡ് -1 3. അതും ഹോംവർക്ക് ആയിട്ട് മാർക്ക് ചെയ്യാം. അടുത്ത ചോദ്യം, ഫൈൻഡ് ദ വാല്യൂ ഓഫ് y ഫോർ വിച്ച് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ പോയിന്റ്സ് P2 -3 ആൻഡ് Q 10y ഈസ് 10 യൂണിറ്റ്സ്. അത് ഹോംവർക്കായിട്ട് മാർക്ക് ചെയ്യുക. ആലോചിച്ച് നിങ്ങൾ തനിയെ ചെയ്യുക. 11ാമത്തെ ചോദ്യം NCERT ടെക്സ്റ്റിലെ ക്വസ്റ്റ്യൻ നമ്പർ 10 ആണ്. എക്സസൈസ് 7.1 NCERT ടെക്സ്റ്റിൽ നിങ്ങൾ 7.1 എക്സസൈസ് 7.1 ക്വസ്റ്റ്യൻ നമ്പർ 5 ഹോംവർക്കായിട്ട് ഞാൻ മാർക്ക് ചെയ്യുകയാണ്. അത് ഹോംവർക്കായിട്ട് ചെയ്യണം. അടുത്ത ചോദ്യം, examine whether the points capital A 3 1, capital B 6 4 and capital C 8 6 are collinear. ഈ 3 പോയിന്റ്സ് കൊളീനിയർ ആണോ എന്ന് പരിശോധിക്കണം. നമ്മുടെ ഡിസ്റ്റൻസ് ഫോർമുലയുടെ ഹെൽപ്പ് ഉപയോഗിച്ച് ഈ 3 പോയിന്റ്സ് കൊളീനിയർ ആണോ എന്ന് ചെക്ക് ചെയ്യണം. അത് നിങ്ങൾക്ക് ചെയ്യാവുന്ന കാര്യമുള്ളൂ. ഒരു കൊളീനിയർ ആകാനെങ്കിൽ എ ബി പ്ലസ് ബി സി സമയം എ സി എന്നാണ് നമുക്ക് കിട്ടുന്നതെങ്കിൽ പോയിന്റ്സ് കൊളീനിയർ ആയിരിക്കും. അത് ഹോംവർക്കായിട്ട് മാർക്ക് ചെയ്യുക. 12ാമത്തെ ചോദ്യം, if Q01 is equidistant from capital P 5 -3 and capital R x 6, find the value of x. Also find the distances QR and PR. ഇതും ഹോംവർക്കായിട്ട് മാർക്ക് ചെയ്യുക. ഓക്കെ, നമുക്ക് ഈ ചാപ്റ്ററിൻ്റെ അടുത്ത സെക്ഷനിലേക്ക് പോകാം. അടുത്ത സെക്ഷൻ എന്ന് പറയുന്നത് സെക്ഷൻ ഫോർമുലയാണ്. സെക്ഷൻ ഫോർമുല അടുത്ത ഏരിയയിലേക്ക് പോകാം. ഈ ചാപ്റ്ററിൻ്റെ അടുത്ത ഏരിയയിലേക്ക് പോകാം. സെക്ഷൻ ഫോർമുല ബ്രാക്കറ്റിൽ ഇൻറ്റേർണൽ ഡിവിഷൻ എന്നും കൂടെ എഴുതണം. ഇവിടെ നോക്കുക. ഇഫ് PXY ഈസ് എ പോയിന്റ് ഓൺ സെഗ്മെന്റ് ജോയിനിങ് ദ പോയിന്റ്സ് AX1 Y1 ആൻഡ് BX2 Y2 such that AP by PB സമം L/M, then we say the point P divides AB internally in the ratio L:1. ഒരു കാര്യം ഇവിടെ മനസ്സിലാക്കാനുണ്ട്. എയും ബിയും 2 പോയിന്റ്സ് ആണ്. ഇവരെ ജോയിൻ ചെയ്യുന്ന ലൈൻ സെഗ്മെൻറ്റ് വരച്ചു. ഈ പി എന്ന് പറയുന്നത് എ ബിയിൽ വരികയും AP by PB സമം L/M ആകുകയും ചെയ്യുമ്പോൾ നമ്മൾ പറയും P divides AB internally in the ratio L:M എന്ന് പറയും. ഒന്നുകൂടെ ശ്രദ്ധിക്കുക. എയും ബിയും 2 പോയിന്റുകളാണ്. എ ബി എന്ന ലൈൻ സെഗ്മെൻറ്റ് വരച്ചു. ഈ പി എന്ന് പറയുന്നത് എ ബിയിലെ ഒരു പോയിൻ്റാണ്. എ തൊട്ട് പി വരെയുള്ള ഡിസ്റ്റൻസ് AP ഡിവൈഡഡ് ബൈ പി തൊട്ട് ബി വരെയുള്ള ഡിസ്റ്റൻസ് PB. AP by PB സമ L/M ആണെങ്കിൽ നമ്മൾ പറയും P divides AB internally in the ratio L:M എന്ന് പറയും. AP by PB സമ L/M ആണെങ്കിൽ നമ്മൾ പറയും പോയിന്റ് P divides AB internally in the ratio L:M എന്ന് പറയും. ഓക്കെ, അടുത്ത റിസൾട്ടിലേക്ക് പോകാം. If PXY divides AB internally in the ratio L:M, then ആ പോയിന്റിൻ്റെ എക്സ് കോർഡിനേറ്റ് എന്ന് പറയുന്നത് LX2 പ്ലസ് MX1 ബൈ L+M ആയിരിക്കും. ആ പോയിന്റ് ഓഫ് ഡിവിഷൻ്റെ y കോർഡിനേറ്റ് എന്ന് പറയുന്നത് LY2 പ്ലസ് MY1 ബൈ L+M ആയിരിക്കും. ഞാനൊന്നുകൂടെ റിപ്പീറ്റ് ചെയ്യാം. ഇഫ് PXY ഡിവൈഡ്സ് ഈ PXY എന്ന പോയിന്റ്, ഈ PXY എന്ന പോയിന്റ് എ ബിയെ
ഇൻറ്റേണലായിട്ട് L/M എന്ന റേഷ്യോയിലാണ് ഡിവൈഡ് ചെയ്യുന്നതെങ്കിൽ ആ പോയിന്റ് ഓഫ് ഡിവിഷൻ പിയുടെ എക്സ് കോർഡിനേറ്റ് എന്ന് പറയുന്നത് L(x2) L ഇൻറ്റു ഇങ്ങോട്ട് ക്രോസ് ആയിട്ട് ഇപ്പുറത്ത് വരണം L(x2) പ്ലസ് M(x1) ഇവിടുന്ന് ഇങ്ങോട്ട് ക്രോസ് ആയിട്ട് വരണം M(x1) ബൈ L+M ആയിരിക്കും. ആ പോയിന്റ് ഓഫ് ഡിവിഷൻ്റെ വൈ കോർഡിനേറ്റ് എന്ന് പറയുന്നത് Ly2 ഇവിടുന്ന് ക്രോസ് ആയിട്ട് ഇങ്ങോട്ട് പോകണം Ly2 പ്ലസ് My1 ബൈ L+M ആയിരിക്കും. ഇത് ഓർത്തിരിക്കേണ്ട കാര്യമാണ്. ഇഫ് Pxy divides AB internally in the ratio L(m), then ആ പോയിന്റ് ഓഫ് ഡിവിഷൻ്റെ എക്സ് കോർഡിനേറ്റ് എന്ന് പറയുന്നത് Lx2 പ്ലസ് Mx1 ബൈ L+M ആയിരിക്കും. അതുപോലെ വൈ കോർഡിനേറ്റ് എന്ന് പറയുന്നത് Ly2 പ്ലസ് My1 ബൈ L+M ആയിരിക്കും. വേർ എയുടെ കോർഡിനേറ്റ്സ് ആണ് x1 y1, അതുപോലെ ബിയുടെ കോർഡിനേറ്റ്സ് ആണ് x2 y2 എന്ന് പറയുന്നത്. ഇനി അടുത്തൊരു റിസൾട്ടാണ്, if Pxy is the midpoint of segment joining Ax1 y1 and Bx2 y2, if Pxy is the midpoint of segment joining Ax1 y1 and Bx2 y2, then ആ മിഡ് പോയിന്റ് എക്സ് കോർഡിനേറ്റ് എന്ന് പറയുന്നത് x1 പ്ലസ് x2 ബൈ 2 ആയിരിക്കും. അതുപോലെ വൈ കോർഡിനേറ്റ് എന്ന് പറയുന്നത് y1 പ്ലസ് y2 ബൈ 2 ആയിരിക്കും. ഇതും ഓർത്തിരിക്കണം നിങ്ങൾ. എ ബി എന്ന സെഗ്മെൻറ്റിൻ്റെ മിഡ് പോയിന്റ് ആണ് Pxy എങ്കിൽ ആ മിഡ് പോയിന്റ് എക്സ് കോർഡിനേറ്റ് എന്ന് പറയുന്നത് x1 പ്ലസ് x2 ബൈ 2 തുല്യമായിരിക്കും. അതിൻ്റെ വൈ കോർഡിനേറ്റ് എന്ന് പറയുന്നത് y1 പ്ലസ് y2 ബൈ 2 തുല്യമായിരിക്കും. നമുക്കിനി ഈ സെക്ഷനുമായിട്ട് ബന്ധപ്പെട്ട പ്രോബ്ലംസിലേക്ക് നമുക്ക് പോകാം. Find the point which divides the join of -1 7 and 4 -3 in the ratio 2:3. In the ratio 2:3. ഇവിടെ രണ്ട് പോയിന്റ്സ് വന്നിട്ടുണ്ട്. പോയിന്റ്സിന് പേരില്ല. നമ്മൾ ആദ്യത്തെ പോയിന്റ് എന്ന് പേര് കൊടുക്കുന്നത് A-1 7, രണ്ടാമത്തെ പോയിന്റ് നമ്മൾ ബി എന്ന് പേര് കൊടുക്കുന്നത് B4 -3. AB എന്ന ലൈൻ സെഗ്മെന്റിനെ 2:3 എന്ന റേഷ്യോയിൽ ഡിവൈഡ് ചെയ്യുന്ന പോയിന്റ് ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ആ പോയിന്റ് Pxy എന്ന് നമുക്ക് എടുക്കാം. AB എന്ന ലൈൻ സെഗ്മെന്റിനെ ആദ്യം തന്നിരിക്കുന്ന പോയിന്റ്, ആ പോയിന്റ്സിന് പേരൊന്നുമില്ലായിരുന്നു. നമ്മൾ ആദ്യത്തെ പോയിന്റ് എ എന്ന് പേര് കൊടുത്തു, രണ്ടാമത്തെ പോയിന്റ് നമ്മൾ ബി എന്ന് പേര് കൊടുത്തു. എ ബി എന്ന സെഗ്മെന്റിനെ 2:3 എന്ന റേഷ്യോയിൽ ഡിവൈഡ് ചെയ്യുന്ന പോയിന്റ് ആണ് കണ്ടുപിടിക്കേണ്ടത്. ആ പോയിന്റ് നമ്മൾ Pxy എന്നെടുത്തു. അങ്ങനെയാണ് നമ്മൾ തുടങ്ങിയിരിക്കുന്നത്. ഓക്കെ, ലെറ്റ് Pxy ഡിവൈഡ്സ് എ ബി ഇൻ ദ റേഷ്യോ, ലെറ്റ് Pxy ഡിവൈഡ്സ് എ ബി ഇൻ ദ റേഷ്യോ 2:3. അങ്ങനെയാണെങ്കിൽ ആ പോയിന്റ് ഓഫ് ഡിവിഷൻ പിയുടെ എക്സ് കോർഡിനേറ്റ് എന്ന് പറയുന്നത് Lx2 പ്ലസ് Mx1 ബൈ L+M ആയിരിക്കും. ഇവിടെ എല്ലിൻ്റെ സ്ഥാനത്ത് 2 ആണ്. അപ്പോൾ 2 ഇൻറ്റു x2 എന്ന് പറയുമ്പോൾ 4 ആണ്. 2 ഇൻറ്റു 4 പ്ലസ് Lx2 പ്ലസ് M എന്ന് പറയുമ്പോൾ 3 ആണ്. 3 ഇൻറ്റു Mx1 എന്ന് പറയുമ്പോൾ -1 ആണ്. ഡിവൈഡഡ് ബൈ 2 പ്ലസ് 3 ദാറ്റ് ഈസ് ഈക്വൽ ടു 8 - 3 ബൈ 5 ദാറ്റ് ഈസ് ഈക്വൽ ടു 5 ബൈ 5 ദാറ്റ് ഈസ് ഈക്വൽ ടു 1. ആ പോയിന്റ് ഓഫ് ഡിവിഷൻ്റെ വൈ കോർഡിനേറ്റ് എന്ന് പറയുന്നത് Ly2 പ്ലസ് My1 ബൈ L+M ആണ്. ഇവിടെ എല്ലിൻ്റെ സ്ഥാനത്ത് 2 ആണ്. 2 ഇൻറ്റു y2 എന്ന് പറയുന്നത് -3 ആണ്. -3 പ്ലസ് M എന്ന് പറയുമ്പോൾ 3 ആണ്. 3 ഇൻറ്റു y1 എന്ന് പറയുമ്പോൾ 7 ആണ്. 7 ഡിവൈഡഡ് ബൈ L+M എന്ന് പറയുമ്പോൾ 2 പ്ലസ് 3 ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു -6 പ്ലസ് 21 ബൈ 5 ദാറ്റ് ഈസ് ഈക്വൽ ടു 3 ആണ്. അപ്പോൾ ആ പോയിന്റ് ഓഫ് ഡിവിഷൻ നമുക്ക് കിട്ടി. റിക്വയർഡ് പോയിന്റ് എന്ന് പറയുന്നത് 1,3 ആണ്. 1,3 ഈസ് ദ റിക്വയർഡ് പോയിന്റ്. ഓക്കെ, അടുത്ത ചോദ്യത്തിലേക്ക് നമുക്ക് പോകാം. Find the coordinates of the point of trisection of the segment line segment joining -2 -3 and 4 1. രണ്ട് പോയിന്റുകൾ തന്നിട്ടുണ്ട്. ഈ രണ്ട് പോയിന്റുകളെ ട്രൈസെക്റ്റ് ചെയ്യുന്ന, ഈ രണ്ട് പോയിന്റുകൾ ജോയിൻ ചെയ്യുന്ന ലൈൻ സെഗ്മെന്റിനെ ട്രൈസെക്റ്റ് ചെയ്യുന്ന രണ്ട് പോയിന്റ്സ് ഉണ്ടാവും. ആ പോയിന്റ്സ് ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഫൈൻഡ് ദ കോർഡിനേറ്റ്സ് ഓഫ് ദ പോയിന്റ് ഓഫ് ട്രൈസെക്ഷൻ. ഫൈൻഡ് ദ കോർഡിനേറ്റ്സ് ഓഫ് ദി പോയിന്റ് ഓഫ് ട്രൈസെക്ഷൻ ഓഫ് ദി ലൈൻ സെഗ്മെന്റ് ജോയിനിങ് -2 -3 ആൻഡ് 4 -1. നമുക്ക് ആദ്യം തന്നിരിക്കുന്ന പോയിന്റ്സിന് നമുക്ക് എ എന്ന് ബി എന്ന് പേര് കൊടുക്കാം. ആദ്യത്തെ പോയിന്റ് നമ്മൾ എ എന്ന് പേര് കൊടുക്കുന്നു. ലെറ്റ് ക്യാപിറ്റൽ എ -2 -3 ആൻഡ് ക്യാപിറ്റൽ ബി 4 -1. ആദ്യത്തെ പോയിന്റ് എ എന്ന് പേര് കൊടുത്തു, രണ്ടാമത്തെ പോയിന്റ് ബി എന്ന് പേര് കൊടുത്തു. നമുക്ക് എ ബി എന്ന ലൈൻ സെഗ്മെന്റിനെ ട്രൈസെക്റ്റ് ചെയ്യുന്ന, 3 തുല്യ ഭാഗങ്ങളായിട്ട് ഡിവൈഡ് ചെയ്യുന്ന പോയിന്റുകളാണ് കണ്ടുപിടിക്കേണ്ടത്. ട്രൈസെക്റ്റ് ചെയ്യുന്ന പോയിന്റുകളാണ് കണ്ടുപിടിക്കേണ്ടത്. ആ പോയിന്റ് നമുക്ക് പി എന്നും ക്യൂ എന്നും എടുക്കാം. ലെറ്റ് Pxy അതുപോലെ തന്നെ Qx'(y') ബി ദ പോയിന്റ് ഓഫ് ട്രൈസെക്ഷൻസ്. പോയിന്റ് ഓഫ് ട്രൈസെക്ഷൻസ് പിയും ക്യൂ ആണെന്നിരിക്കട്ടെ. അപ്പോൾ അങ്ങനെ നമുക്ക് തുടങ്ങാം. ലെറ്റ് Pxy ആൻഡ് Qx'(y'), ലെറ്റ് Pxy ആൻഡ് Qx'(y') ബി ദ പോയിന്റ്സ് ഓഫ് ട്രൈസെക്ഷൻസ്. എ ബി എന്ന സെഗ്മെന്റിനെ ട്രൈസെക്റ്റ് ചെയ്യുന്ന പോയിന്റ്സ് Pxyയും Qx'(y') ആണെന്നിരിക്കട്ടെ. എ ബി എന്ന ലൈൻ സെഗ്മെന്റിനെ 3 തുല്യ ഭാഗങ്ങളായിട്ട് ഡിവൈഡ് ചെയ്യുന്ന പോയിന്റ്സ് പിയും ക്യൂ ആണെന്നിരിക്കട്ടെ. പോയിന്റ്സ് ഓഫ് ട്രൈസെക്ഷൻസ് പിയും ക്യൂ ആണെന്നിരിക്കട്ടെ. അങ്ങനെയാണെങ്കിൽ ഈ Pxy എന്ന പോയിന്റ് ഡിവൈഡ്സ് എ ബി ഇൻ ദ റേഷ്യോ 1:2 ആയിരിക്കും.
പിയും ക്യൂ ആണ് പോയിന്റ് ഓഫ് ട്രൈസെക്ഷൻ എങ്കിൽ ഈ പി എന്ന പോയിന്റ് എ ബി എന്ന സെഗ്മെൻറ്റിനെ ഡിവൈഡ് ചെയ്യുന്ന റേഷ്യോ തീർച്ചയായിട്ടും 1:2 ആയിരിക്കും. അതുകൊണ്ട് പിയുടെ എക്സ് കോർഡിനേറ്റ് എന്ന് പറയുന്നത് LX2 + MX1/L+M ആയിരിക്കും. ഇവിടെ എല്ലിൻ്റെ സ്ഥാനത്ത് 1 ആണ്. 1 × X2 എന്ന് പറയുമ്പോൾ 4 ആണ്. പ്ലസ് M എന്ന് പറയുമ്പോൾ 2 ആണ്. 2 × X1 എന്ന് പറയുമ്പോൾ -2 ആണ്. ഡിവൈഡഡ് ബൈ 1 + 2 ദാറ്റ് ഈസ് ഈക്വൽ 4 - 4/3 ദാറ്റ് ഈസ് ഈക്വൽ ടു 0. അതുപോലെ പിയുടെ വൈ കോർഡിനേറ്റ് y എന്ന് പറയുന്നത് LY2 + MY1/L+M ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു L എന്ന് പറയുമ്പോൾ ഇവിടെ 1 ആണ്. 1 × Y2 എന്ന് പറയുമ്പോൾ -1 ആണ്. -1 + 2 × -3 ഡിവൈഡഡ് ബൈ 1 + 2 ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു -1 - 6/3 ദാറ്റ് ഈസ് ഈക്വൽ ടു -7/3. അപ്പോൾ നമുക്ക് പിയുടെ കോർഡിനേറ്റ്സ് കിട്ടി. P = 0, -7/3 ആണ്. 0, -7/3 ആണ്. ഇനി ക്യൂവിൻ്റെ കോർഡിനേറ്റ്സ് ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ശ്രദ്ധിക്കുക, Q X', Y' നൗ Q ഈ പോയിന്റ് ഓഫ് ട്രൈസെക്ഷൻസിൽ രണ്ടാമത്തെ പോയിന്റ് Q X', Y' എന്നാണ് നമ്മൾ എടുത്തത്. രണ്ടാമത്തെ പോയിന്റ് നമ്മൾ Q X', Y' എന്നാണ് എടുത്തത്. അത് കണ്ടുപിടിക്കാം. നൗ Q X', divides AB in the ratio 2:1. പോയിന്റ് ഓഫ് ട്രൈസെക്ഷൻസിൽ രണ്ടാമത്തെ പോയിന്റ് നമ്മൾ Q എന്നാണ് എടുത്തത്. അതിൻ്റെ കോർഡിനേറ്റ്സ് നമുക്ക് X', Y' എന്നെടുക്കാം. അങ്ങനെയാണെങ്കിൽ Q X', divides AB in the ratio 2:1 ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ X' എന്ന് പറയുന്നത് സമം LX2 + MX1/L+M ആയിരിക്കും. ദാറ്റ് ഈസ് ഈക്വൽ ടു 2 × 4 + 1 × -2 ഡിവൈഡഡ് ബൈ 2 + 1 ആയിരിക്കും. ദാറ്റ് ഈസ് ഈക്വൽ ടു 8 - 2/3 ആയിരിക്കും. ദാറ്റ് ഈസ് ഈക്വൽ ടു 6/3 ദാറ്റ് ഈസ് ഈക്വൽ ടു 2 ആയിരിക്കും. അതുപോലെ Q എന്ന പോയിന്റിൻ്റെ വൈ കോർഡിനേറ്റ് എന്ന് പറയുന്നത് Y' എന്ന് പറയുന്നത് LY2 + MY1/L+M ആയിരിക്കും. ദാറ്റ് ഈസ് ഈക്വൽ ടു 2 × -1 + 1 × -3 ഡിവൈഡഡ് ബൈ 2 + 1 ആയിരിക്കും. ദാറ്റ് ഈസ് ഈക്വൽ -2 - 3/3 ആയിരിക്കും. ദാറ്റ് ഈസ് -5/3 ആയിരിക്കും. അപ്പോൾ ക്യൂവിൻ്റെ കോർഡിനേറ്റ്സ് എന്ന് പറയുന്നത് 2, -5/3 ആയിരിക്കും. ഇതാണ് രണ്ട് പോയിന്റ്സ് ഓഫ് ട്രൈസെക്ഷൻസ്. പി ഡിവൈഡ് ചെയ്യുന്ന റേഷ്യോ 1:2 ആണ്. അതുപോലെ Q AB ഡിവൈഡ് ചെയ്യുന്ന റേഷ്യോ എന്ന് പറയുന്നത് 2:1 ആണ്. പോയിന്റ്സ് ഓഫ് ട്രൈസെക്ഷൻസ് രണ്ടും നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റി. ഓക്കെ, നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. അടുത്ത ചോദ്യം ഇതാണ്: ഇൻ വാട്ട് റേഷ്യോ ഡസ് ദ പോയിന്റ് -4, 6 divides line segment joining the points capital A -6, 10 and capital B 3 - 8? ഇതാണ് ചോദ്യം. A, B എന്ന് പറയുന്ന രണ്ട് പോയിന്റ്സ് തന്നിട്ടുണ്ട്. ഇവരെ ജോയിൻ ചെയ്യുന്ന ലൈൻ സെഗ്മെൻറ്റിനെ P എന്ന പോയിന്റ് P -4, 6 ഡിവൈഡ് ചെയ്യുന്ന റേഷ്യോ ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, ഇൻ വാട്ട് റേഷ്യോ ഡസ് ദ പോയിന്റ് -4, 6 divides line segment joining the points capital A -6, 10 and capital B 3 - 8? ഇതാണ് ചോദ്യം. AB എന്ന ലൈൻ സെഗ്മെൻറ്റിനെ ഈ -4, 6 എന്ന പോയിന്റ് ഏത് റേഷ്യോയിലാണ് ഡിവൈഡ് ചെയ്യുന്നത്? ഇതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. നമുക്കിങ്ങനെ തുടങ്ങാം. ലെറ്റ് P -4, 6 divides AB in the ratio K:1. നമുക്ക് ഏതൊരു റേഷ്യോയെ നമുക്ക് അൾട്ടിമേറ്റ് ആയിട്ട് K:1 എന്ന ഫോമിലേക്ക് മാറ്റി എഴുതാം. ഇപ്പോൾ 2:3 എന്ന റേഷ്യോയെ നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ എഴുതാം, 2/3:1 എന്ന് എഴുതാം. അപ്പോൾ ഏതൊരു റേഷ്യോയെയും അൾട്ടിമേറ്റ് ആയിട്ട് നമുക്ക് K:1 എന്ന ഫോമിലേക്ക് മാറ്റി എഴുതാൻ പറ്റും. അതുകൊണ്ട് നമുക്ക് കണ്ടുപിടിക്കുന്ന റേഷ്യോ നമ്മൾ K:1 എന്ന് എടുത്താൽ മതി. ലെറ്റ് P -4, 6 divides AB in the ratio K:1. ആ ഡിവൈഡ് ചെയ്യുന്ന റേഷ്യോ K:1 ആണെന്നിരിക്കട്ടെ. അങ്ങനെയാണെങ്കിൽ ആ പോയിന്റ് ഓഫ് ഡിവിഷൻ പിയുടെ എക്സ് കോർഡിനേറ്റ് എന്ന് പറയുന്നത് എക്സ് കോർഡിനേറ്റ് ഓഫ് P സമം പിയുടെ എക്സ് കോർഡിനേറ്റ് എന്ന് പറയുന്നത് LX2 K×3 + MX1 1 × -6/K+1 ആയിരിക്കും. അത് എത്രയും തന്നിട്ടുണ്ട് നമുക്കറിയാം, അത് -4 ആണെന്ന് അറിയാം നമുക്ക്. അപ്പോൾ ദാറ്റ് ഇംപ്ലൈസ് 3K - 6/K+1 എന്ന് പറയുന്നത് -4 ആയിരിക്കും. That implies 3K - 6 is equal to -4 × K+1 ആയിരിക്കും. That implies 3K - 6 is equal to -4K - 4 ആയിരിക്കും. That implies 3K + 4K is equal to 6 - 4 ആയിരിക്കും. That is 7K is equal to 2 ആയിരിക്കും. അപ്പോൾ K എന്ന് പറയുന്നത് 2/7 ആയിരിക്കും. അപ്പോൾ റിക്വയർഡ് റേഷ്യോ എന്ന് പറയുന്നത് ഈസ് 2/7:1 ആണ്. 2/7:1 ആണ്. ദാറ്റ് ഈസ് 2:7 ആണ്. റിക്വയർഡ് റേഷ്യോ ഈസ് 2:7. അപ്പോൾ കെയുടെ വാല്യൂ നമുക്ക് കിട്ടിയിരിക്കുന്നത്
2/7 എന്നാണ്. അതുകൊണ്ട് റിക്വയർഡ് റേഷ്യോ എന്ന് പറയുന്നത് 2/7:1 ആണ്. 2/7:1 എന്ന റേഷ്യോ എന്തിനോട് ഈക്വലാണ്? 2:7 ഈക്വലാണ്. അപ്പോൾ റിക്വയർഡ് റേഷ്യോ എന്ന് പറയുന്നത് 2:7 ആണ്. അടുത്ത ചോദ്യം, ഫൈൻഡ് ദ കോർഡിനേറ്റ്സ് ഓഫ് ദ പോയിന്റ്സ് ഓഫ് ട്രൈ സെക്ഷൻ ഓഫ് ലൈൻ സെഗ്മെന്റ് ജോയിനിങ് ദ പോയിന്റ്സ് ക്യാപിറ്റൽ A 2, -2 ആൻഡ് ക്യാപിറ്റൽ B -7, 4. ഈ രണ്ട് പോയിന്റ്സിനെ ജോയിൻ ചെയ്യുന്ന ലൈൻ സെഗ്മെന്റിനെ ട്രൈസെക്റ്റ് ചെയ്യുന്ന പോയിന്റ്സ് കണ്ടുപിടിക്കണം. അത് ഒരു പ്രോബ്ലം നമ്മൾ ചെയ്ത് കഴിഞ്ഞു. അതേ രീതിയിൽ നിങ്ങൾക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. അത് ഹോംവർക്കായിട്ട് മാർക്ക് ചെയ്യാം. അടുത്ത ചോദ്യം, find the ratio in which the line segment joining the points -3, 10 and capital A -3, 10 and capital B 6 -8 is divided by -1, 6. ഇത്തരം പ്രോബ്ലം, ഇതേപോലൊരു പ്രോബ്ലം നമ്മൾ ചെയ്ത് കഴിഞ്ഞതാണ്. ഇതും നിങ്ങൾക്ക് ഹോംവർക്കായിട്ട് ചെയ്യാം. അപ്പോൾ ഇന്ന് പറഞ്ഞ വീഡിയോയിലെ കാര്യങ്ങൾ ശ്രദ്ധിച്ച് മനസ്സിലാക്കുക. വീഡിയോ പോസ് ചെയ്ത് നിങ്ങൾ നോട്ട്സ് എഴുതിയെടുക്കുക, അത് പഠിച്ചു മാറുക. അടുത്ത കാര്യം, ബാക്കിയുള്ള ഭാഗം നമ്മൾ അടുത്ത വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. താങ്ക്